അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ കടലുണ്ടിയിലെ അവോക്കി കൺവെൻഷൻ സെന്ററിൽ നിന്നാണ് സംസാരിക്കുന്നത്. പുറകില് പ്രൊഫൈസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ ശബ്ദങ്ങൾ ഒരു പക്ഷേ എനിക്ക് ഇതിൽ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. എന്തായിരുന്നാലും താഴെ ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം പ്രോഗ്രാം തുടങ്ങുമ്പോൾ അതിൻ്റെതായ ഒരുക്കങ്ങളിലാണുള്ളത്. ഞാൻ എൻ്റെ കൂടെ നമ്മുടെ യൂത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബഷീർ വി പി ഉണ്ട്. ബഷീർ, നമ്മളിപ്പോൾ ഉള്ളത് അവോക്കി കൺവെൻഷൻ സെന്ററിലാണ്. അവോക്കി എങ്ങനെയാണ് ഇവിടെ ശരിക്കും ഈ ഒരു പരിസരത്ത് നമ്മൾ എങ്ങനെയാണ് പറയാ? കടലുണ്ടി ആണോ അത് പ്രോപ്പർ കടലുണ്ടി കോട്ടക്കടവ് ജംഗ്ഷനിന്റെ തൊട്ടടുത്താണ് ഈ പറയപ്പെടുന്ന അവോക്കി സെൻട്രോ അരീന കൺവെൻഷൻ സെന്റർ. ഈ കൺവെൻഷൻ സെന്റർ ഡെലിഗേറ്റ്സിന് വേണ്ടി സജ്ജമായി കഴിഞ്ഞു. നമ്മൾ കാത്തിരിപ്പിന് വിരാമമായി എന്ന് തീർച്ചയായും പറയാൻ കഴിയും. മണിക്കൂറുകൾക്കകം ഇൻഷാ അല്ലാഹ് പ്രൊഫൈസിന്റെ 5ാമത്തെ എഡിഷൻ അതിന്റെ തിരശീല ഉയരുകയാണ്. എല്ലാവരും ഈ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 5 മണിക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഷാർപ്പ് 5 മണിക്ക് തന്നെ പ്രോഗ്രാം തുടങ്ങും. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ പ്രൊഫൈസിന്റെ ആദ്യ ദിനത്തിൽ കൊണ്ടുവരുന്നത്. ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഒരു മാധ്യമ നൈതികതയുമായി ബന്ധപ്പെട്ട, മാധ്യമങ്ങളുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു ചർച്ചയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനകത്ത് വരുന്ന ഫാക്കൽറ്റികളെല്ലാം വളരെ പ്രഗത്ഭരാണ്. ഇവിടെ നമുക്കറിയാം മീഡിയ വണ്ണിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽപ്പെട്ട നമ്മുടെ അജിംസ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ബാബുരാജ് ഭഗവതി ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബാബുരാജ് ഭഗവതിയെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇത് കേൾക്കുന്ന ആളുകൾക്ക് പരിചയമുണ്ടാവും. കേരളത്തിൽ ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം റിസർച്ച് നടത്തുന്ന ആ വിഷയത്തിലെ ഓരോ മൈക്രോ ലെവലിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ശേഖരിച്ച് അതിൽ ആ നിലക്കുള്ള ഒരു ആക്ടിവിസ്റ്റാണ് ബാബുരാജ് ഭഗവതി. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ജിൻഡോ ജോൺ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി ആളുകളുടെ ശ്രദ്ധ നേടിയിട്ടുള്ള ജിൻഡോ ജോൺ ഈ ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉണ്ട്. അതുപോലെ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയും അതുപോലെ തന്നെ എഴുത്തുകാരനും ജേർണലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഷെരീഫ് സാഗറും ഇന്ന് നമ്മുടെ ചർച്ചയിലുണ്ട്. 5 മണിക്ക് പ്രോഗ്രാം തുടങ്ങുമ്പോൾ എല്ലാ ആളുകളും, രജിസ്റ്റർ ചെയ്ത എല്ലാ ആളുകളും ആ സമയത്ത് തന്നെ എത്തണം എന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പാരൻസിന് മാത്രമുള്ള അല്ലെങ്കിൽ കപ്പിൾസിന് മാത്രമുള്ള ഒരു പ്രോഗ്രാം അല്ല ഇത്, മറിച്ച് കുടുംബസമേതം ഒന്നിച്ച് പങ്കെടുക്കാവുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്ക് മുതിർന്ന ആളുകൾക്ക് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കൃത്യമായി യാതൊരു കുട്ടികളുടെ തടസ്സമൊന്നുമില്ലാതെ പൂർണ്ണാർത്ഥത്തിൽ സ്വസ്ഥമായി പ്രോഗ്രാം കേൾക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും വിധം മക്കൾക്ക് വ്യത്യസ്തമായ വെന്യൂകൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 4 വ്യത്യസ്തമായ വെന്യൂകളിലായി നമ്മുടെ മക്കൾക്ക് വ്യത്യസ്തമായ പ്രായക്കാരായ മക്കൾക്ക് വ്യത്യസ്തമായ വെന്യൂകളുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും ഒന്നിച്ച് അവോക്കി സെൻട്രോ അരീന കൺവെൻഷൻ സെന്ററിലേക്കാണ് ആദ്യം എത്തേണ്ടത്. ഇവിടെ നിന്ന് നമ്മുടെ മക്കളെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള 4 വെന്യൂകളിലേക്ക് പ്രത്യേകം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യത്തോടു കൂടി അവരെ എത്തിച്ച് ആ പ്രോഗ്രാമുകളിൽ അവർ പൂർണ്ണമായും പങ്കെടുത്ത് വൈകുന്നേരം നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയത്തേക്ക് കുട്ടികളെ ഈ ഒരു കൺവെൻഷൻ സെന്ററിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറിയ പ്രായക്കാരായ KG പ്രായത്തിലുള്ള കുട്ടികൾക്ക് സ്വീറ്റ് ബഡ്സ് എന്ന പേരിലുള്ള വെന്യൂ ഈ ഒരു കൺവെൻഷൻ സെന്ററിന്റെ ഡൈനിങ് ഹാളിനോട് ചേർന്ന് അതിമനോഹരമായി സജ്ജീകരിച്ചിട്ടുള്ള വെന്യൂ ആ കുട്ടികൾക്കുള്ളതാണ്. അതിന്റെ തൊട്ടുമുകളിൽ LP പ്രായത്തിലുള്ള കുട്ടികൾക്ക് ബട്ടർഫ്ലൈസ് എന്ന പേരിലുള്ള വെന്യൂ. ഇവിടെ ഈ ഒരു കോട്ടക്കടവ് ഇതിന് സമീപമുള്ള ഒരു 2 കിലോമീറ്റർ അടുത്തുള്ള സിപ്പെക്സ് ഓഡിറ്റോറിയത്തിലാണ് ആ ഒരു പ്രായക്കാരായ കുട്ടികൾക്ക് അവർക്കുള്ള വെന്യൂ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിന്റെ മുകളിലുള്ള 2 ലെവലിലുള്ള പ്രായക്കാരായ UP പ്രായത്തിലുള്ള കുട്ടികൾക്ക് ലിറ്റിൽ വിങ്സ് എന്ന പേരിലുള്ള വെന്യൂ. അതുപോലെ തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്രായത്തിലുള്ള കുട്ടികൾക്ക് ടീൻ സ്പേസ് എന്ന പേരിലുള്ള വെന്യൂ. ഈ 2 വെന്യൂവും ഉള്ളത് കടലുണ്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ്. 1/2 കിലോമീറ്റർ തൊട്ടടുത്തുള്ള ആ ഒരു ഹാളിലാണ് ഈ 2 പ്രായക്കാരായ കുട്ടികൾക്കുള്ള വെന്യൂ സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ വെന്യൂകളിലായി അതിമനോഹരമായ രീതിയിൽ ഒരേ സമയം തന്നെ ആ പ്രായക്കാർക്കായ കുട്ടികൾക്ക് ഉതകും വിധമുള്ള പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ വെന്യൂകളിലേക്കൊന്നും നമ്മുടെ കുട്ടികളെ നേരിട്ട് കൊണ്ടാക്കുകയോ അവരിൽ നിന്ന് പിക്ക് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് എല്ലാവരും വരേണ്ടത് ഈ ഒരു വെന്യൂവിലേക്കാണ്. തിരിച്ച് നമ്മുടെ കുട്ടികൾ അവരെ പ്രോഗ്രാമുകൾക്ക് ശേഷം ഇവിടെ തന്നെ കൊണ്ടുവന്ന് അവരെ ഡിസ്പേഴ്സ് ചെയ്യുന്ന ഒരു പ്ലാനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. അതായത് ബഷീർ, അവോക്കി കൺവെൻഷൻ സെന്ററിലേക്കാണ് എല്ലാ ഫാമിലിയും
അവരുടെ മക്കളെയും കൊണ്ട് എത്തേണ്ടത്. അതെ അതെ. അവോക്കിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വളണ്ടിയർമാർ സജ്ജരായിട്ടുണ്ടാകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 8:30 പ്രോഗ്രാം തുടങ്ങും. അതെ, രാവിലത്തെ പ്രോഗ്രാം, നാളത്തെ പ്രോഗ്രാം. അവര് നേരെ അവോക്കി കൺവെൻഷൻ സെന്ററിനകത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കയറിയിരിക്കുന്നു. മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വീകരിക്കാൻ വളണ്ടിയർമാരുണ്ടാവും ഇവിടെ. നേരത്തെ പ്രൊഫൈസുകളിൽ പങ്കെടുത്ത ആളുകൾക്ക് ഇത് വളരെ പരിചയമുള്ള ഒരു സംഗതിയാണ്. വളണ്ടിയർമാരുണ്ടാകും. ഇവർക്ക് പരസ്പരം അവരെ കണക്ട് ചെയ്യുന്ന ടാഗും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ കുട്ടികളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമുള്ള വാഹനങ്ങളിൽ ഇവരെ പുറത്തുള്ള മറ്റു 3 വേദികളിലേക്ക് കുട്ടികളെ വളണ്ടിയർമാർ കൊണ്ടുവരും. ഇവിടെ പ്രോഗ്രാം അവസാനിക്കുന്ന സമയത്ത് ഇതുപോലെ കുട്ടികളെ അവർ തിരിച്ചെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായിരുന്നാലും എല്ലാവരും നേരത്തെ എത്തുക. ഇന്ന് 5 മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാമിനും നാളെ 8:30 അതിന് ആരംഭിക്കുന്ന പ്രോഗ്രാമിനും എല്ലാവരും സമയം പാലിച്ചെത്തുക. നാളത്തെ ഒരു ഫുൾ പകൽ പൂർണ്ണമായും നമുക്ക് പുതിയ അറിവുകൾ കേൾക്കാനും പുതിയ അനുഭവങ്ങൾ ആസ്വദിക്കാനുമുള്ള സന്ദർഭങ്ങളാണ്. ഏറ്റവും ഭംഗിയായി പ്രോഗ്രാം പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.